ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. ലോകം ദർശിച്ചിട്ടുള്ള കൊത്തുപണികളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്നു മൈക്കൽ ആഞ്ചലോയുടെ പിയത്ത എന്ന ശില്പം. കുരിശിൽ നിന്നിറക്കിയ യേശുവിന്റെ തിരുശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന വ്യാകുല മാതാവിന്റെ രൂപമാണിത്. റോമിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ രൂപം ലക്ഷക്കണക്കിന് സന്ദർശകരെയാണ് ആകർഷിക്കുന്നത്. മനോഹരമായ ഈ കലാസൃഷ്ടിക്ക് മൈക്കൽ ആഞ്ചലോ കൊടുത്ത പേരാണ് പിയത്ത. ഈ ഇറ്റാലിയൻ വാക്കിന്റെ അർത്ഥം സഹാനുഭൂതി, കരുണ എന്നിവയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വസ്തയോടെയുള്ള ഒരു ജീവിതത്തെ സാക്ഷ്യം വഹിക്കുന്ന ഒരു രൂപം. ദൈവഹിതത്തോട് ആമേൻ പറഞ്ഞ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിശ്വസ്തതയാണ് ഈ രൂപത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പീഡകളേറ്റു മരിച്ച യേശുവിന്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നോക്കിയിരിക്കുന്ന അമ്മ വിശ്വസ്തതയുടെ പ്രതീകമാണ്. ഏറ്റെടുത്തത് വീഴ്ച കൂടാതെ നിർവഹിക്കുന്നതാണ് വിശ്വസ്തത. അത് വാക്കുപാലിക്കുന്നതാണ്. ദൈവഹിതത്തിന്റെ അന്തരാർത്ഥങ്ങൾ മനസ്സിലായാലും ഇല്ലെങ്കിലും അതിന്റെ നിർവഹണം വേദനാജനകമാണെങ്കിലും അല്ലെങ്കിലും വിട്ടുവീഴ്ചയില്ലാതെ പൂർണ്ണമായി നിറവേറ്റുവാനുള്ള ഒരു സ്വയം സമർപ്പണമായിരുന്നു അത്. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, മംഗളവാർത്താകാലം 1-ാം ഞായറാഴ്ചയാണ് നാം ഇന്നായിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവഹിതത്തോട് ആമേൻ പറഞ്ഞ് ഈശോ മിശിഹായെ ഈ ലോകത്തിലേക്ക് എത്തിച്ച ദൂതന്റെ നല്ല വാർത്ത ശ്രവിച്ച ആ നല്ല കാലഘട്ടം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. 11-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ സദ്വാർത്തയ്ക്കുള്ള മുന്നൊരുക്കമാണ് ഈ ഞായറാഴ്ചയും തുടർന്നുള്ള 3 ഞായറാഴ്ചകളും സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മിശിഹായുടെ ജനനത്തോടനുബന്ധിച്ച് 25 നോമ്പും ഇന്ന് ആരംഭിക്കുകയാണ്. നോമ്പിനെ കുറിച്ച് 2 വാക്ക്. ഈ ദിവസങ്ങളിൽ നോമ്പ് എന്ന വാക്കിന് ഒരു വ്യക്തി നൽകിയ നിർവചനം ഏറെ കൗതുകകരമായി തോന്നി. നോവും അൻപും ഇഴചേർന്ന ദിനങ്ങൾ എന്നായിരുന്നു ആ നിർവചനം. മറ്റൊരാളോടുള്ള സ്നേഹത്തെ പ്രതി ചില സഹനങ്ങളിലൂടെ, ത്യാഗങ്ങളിലൂടെ ഒരാൾ കടന്നു പോകുന്ന ദിനങ്ങളാണിത്. ഉണ്ണി യേശുവിനോടുള്ള സ്നേഹത്തിന്റെ ആഴം സ്വയം പരിശോധിക്കുവാനുള്ള കാലം എന്ന നിലയിൽ നോമ്പ് സ്നേഹവും നോവും ഇണചേർന്ന കാലമായി തന്നെ കണക്കാക്കാവുന്നതാണ്. ഇന്നത്തെ വായനകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനാകുന്നത് വിശ്വസ്തയോടെ ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞ നിരവധി വ്യക്തികളെയും സാഹചര്യങ്ങളെയുമാണ്. 1-ാം വായന ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അബ്രഹാമിന് ലഭിക്കുന്ന വാഗ്ദാനമാണ്. 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ എന്ന വലിയ സംശയത്തിൽ നിൽക്കുന്ന അബ്രാഹത്തെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ജനതകളുടെ പിതാവായ അബ്രാഹത്തെ ഉയർത്തുകയാണ്. എന്നാൽ വിശ്വസ്തയോടെ ദൈവത്തിന് അബ്രാഹാം ആമേൻ പറഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. 2-ാം വായന മലാക്കിയുടെ പുസ്തകത്തിൽ നിന്നാണ്. തിന്മ പ്രവർത്തിച്ചു ദൈവത്തെ അസഹ്യപ്പെടുത്തുന്ന ജനത്തിന്റെ വിശ്വസ്തതയില്ലായ്മയെ ദൈവം ചോദ്യം ചെയ്യുന്നു. ഹെബ്രായ ലേഖനത്തിൽ ഇപ്രകാരം കാണുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഈ അടിയുറച്ച ബോധ്യത്തിൽ ദൈവത്തിൽ വിശ്വസിച്ച് വളർന്നു വന്ന അനേകം പൂർവ്വപിതാക്കന്മാരെ നമുക്ക് ഈ ലേഖന ഭാഗത്തിൽ കാണുവാൻ സാധിക്കും. ഇവിടെയും വിശ്വസ്തയോടെ കാത്തിരിക്കുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാൻ ആണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം സ്നാപക യോഹന്നാന്റെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ ഉടമ്പടിയുടെ രക്ഷയുടെ വാഗ്ദാനം പൂർത്തിയാക്കപ്പെടുന്നത് ഈശോ മിശിഹായിലാണ്. ദേവാലയ പുരോഹിതനായ സക്രിയായും എലിസബത്തുമാണ് ഈ വചനഭാഗത്തെ കഥാപാത്രങ്ങൾ. സക്രിയ എന്ന ഹെബ്രായ വാക്കിന്റെ അർത്ഥം യാഹവേ ഓർക്കുന്നു എന്നും എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ഉടമ്പടി എന്നുമാണ്. അവർക്ക് ജനിക്കുന്ന കുഞ്ഞാകട്ടെ യോഹന്നാൻ എന്നും. ഈ വാക്കിന്റെ അർത്ഥം ദൈവം കരുണയുള്ളവനാണ്, ദൈവം കരുണാനിധിയാണ് എന്നതാണ്. കരുണയോടെ അവിടുത്തെ ഉടമ്പടി ഓർത്തുകൊണ്ട് യാഹവേ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. മിശിഹായ്ക്ക് മുന്നോടിയായി അവിടത്തേക്ക് വഴിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ ജനിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായി, എത്രമാത്രം വിശ്വസ്തയോടെയാണ് നാം മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനായി ജീവിക്കുന്നത് എന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം. അവർ ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും
കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. പുരോഹിതനായ സക്രിയായും എലിസബത്തും തങ്ങളുടെ ജീവിതത്തിൽ പുലർത്തിപ്പോരുന്ന ഈ വിശ്വസ്തതയെക്കുറിച്ചാണ് ഈ വചനഭാഗം നമ്മളോട് സംസാരിക്കുന്നത്. എത്രയേറെ ക്ലേശങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയുവാനും ദൈവത്തിന്റെ വിശ്വസ്തത അവർ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് കൈവിട്ടിട്ടില്ല. പ്രതീക്ഷയോടെ പ്രത്യാശയോടെ അവർ കാത്തിരുന്നു. ആ പ്രത്യാശയുടെ ഫലമാകട്ടെ മിശിഹായ്ക്ക് മുന്നോടിയായി വഴിയൊരുക്കുവാനുള്ള സ്നാപക യോഹന്നാൻ അവരിൽ നിന്ന് ജന്മമെടുക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ആകയാൽ ഈ പ്രത്യാശയോടെ വിശ്വസ്തയോടെ നമുക്ക് മിശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഈ മംഗളവാർത്ത കാലത്തിൽ പ്രത്യേകമാമിതം അനുസ്മരിക്കാം. രണ്ടാമതായി ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം ഇസ്രായേൽ മക്കളിൽ വളരെയേറെ പേർ അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിത മാതൃകകൾ വഴി, നമ്മുടെ സംസാരം വഴി, നമ്മുടെ പെരുമാറ്റങ്ങൾ വഴി എത്ര പേരെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നത് മറ്റുള്ളവരെ മിശിഹായിൽ നിന്ന് അകറ്റുന്നവരാണോ നമ്മളെന്ന് നമുക്ക് ചിന്തിക്കാം. അതോ നമ്മൾ അവിടുത്തെ നിന്ന് അടുപ്പിക്കുന്നവരാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. മൂന്നാമതായി, നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ ദൈവമായ ഈശോ മിശിഹായാണോ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് എന്ന് നമുക്ക് ചിന്തിക്കാം. മിശിഹായ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച പുരോഹിതനായ സക്രിയായും എലിസബത്തും അതോടൊപ്പം തന്നെ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാനും ഒക്കെ തങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് മിശിഹായെ പ്രതിഷ്ഠിച്ചവരാണ്. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യോസേപ്പിതാവും മിശിഹായ്ക്ക് വേണ്ടി ജീവിച്ചവരാണ്. പ്രിയമുള്ളവരെ, ഇത്തരം ഒരു അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. മാക്സ് ലുക്കാഡോ എന്ന മനോഹരമായ ഒരു ഗ്രന്ഥകാരൻ ഇപ്രകാരം പറയുന്നുണ്ട്: God never said that the journey would be easy, but he did say that the arrival would be worthwhile. ദൈവം ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല ഈ ജീവിതയാത്ര എളുപ്പമായിരിക്കുമെന്ന്. പക്ഷെ ദൈവം പറഞ്ഞിട്ടുണ്ട് എങ്ങോട്ടാണോ നമ്മൾ എത്തുന്നത് അവസാനം അത് മൂല്യമുള്ളതായിരിക്കും എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിക്കാം. മിശിഹായ നാഥനും രക്ഷകനുമായി ഏറ്റുപറയുവാൻ അനുദിന ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്രകാരമാണെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിലേക്കുള്ള പ്രയാണം അത് ആനന്ദകരമായിരിക്കും. ഈ മംഗളവാർത്ത കാലത്തിൽ നമുക്ക് ചിന്തിക്കാം, രക്ഷകനായ മിശിഹായെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നാം തയ്യാറാണോ? ഉണ്ണി യേശുവിനെ പോലെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി യേശുവിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? 1000 പുൽക്കൂട്ടിൽ എത്ര ഉണ്ണികൾ പിറന്നാലും നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ നമ്മൾ നിത്യമായി നഷ്ടപ്പെടും. ഹൃദയത്തിൽ പിറക്കുന്ന ഉണ്ണി യേശുവിനെ സ്വീകരിക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് തയ്യാറാകാം. ഈശോ അനുഗ്രഹിക്കട്ടെ.